ഇതാക്കാം. സിറ്റി കയറാം. സിറ്റി കയറിയിട്ട് മാലിക്കും വിലക്ക് ഒന്ന് വരാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് മാലിക്ക്. മാലിക്കൊക്കെ വന്നിട്ട് നമുക്കൊന്ന് സിറ്റി കയറാം. The world wait is over. ഉണ്ട് എമാൽസ് റിവെഞ്ച്. ഇന്ന് സ്പെയിന്റെ കളിയാ? ഇന്നലെ ഓപ്പോണന്റ് അണ്ണനെ പുറക്കുന്നോ? സീരിയസ്ലി ബ്രോ? സി ബി ഐ പോയി. ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ സി ബി ഐ 1-2 ഗ്യാങ്ങുകൾ പോവാണ്ട് എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്. ഇത് ഏത് സായിപ്പോപ്പി? ഇത് നമ്മളെ സായിപ്പോപ്പിയാണോ അണ്ണാണിയാണത്? ഇത് അണ്ണാണിയാണോ? मनाफ 356 ब्रदर क्या है मुश्किल क्या आपका? क्यों इधर आपका अण्णन आज लाइव नहीं है? मुट्टा तिरंबी इधर आएगा क्यों? फायदा नहीं इधर जाओ. അല്ലാന്ന് ഇവിടെ വന്ന് അമ്പി ഉമ്പിന്റെ തന്തയാണല്ലോ ഇവിടെ വന്നിരുന്നാണ്ട് ഇതാക്കണത്. അവിടെ ഏറ്റവും വലിയ കട്ടൗട്ട് ആരാ ഇക്കുറിക്കത്തെ കേരളത്തില്? അണ്ണന്റെ തന്നെയാണോ? മെസ്സി നെയ്മറിന്റെ ആണോ? ബ്രസീലാണെന്ന് തോന്നുന്നു. ഞാനും അങ്ങനെ കേട്ടെ. ആണോ? അറിയില്ല, ബ്രസീലാണെന്നാ തോന്നുന്നത്, ഉറപ്പില്ല. പിന്നെ വൺ മോർ ഗ്യാങ് കൂടെ ഡിസ്മാൻഡിൽ ആയാൽ ന്യൂ ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നോ? ഇല്ലടാ, മിനിമം 28 ഗ്യാങ്ങായി കുറഞ്ഞാൽ മാത്രമേ ആപ്ലിക്കേഷൻസ് നമ്മൾ നോർമലി ഓപ്പൺ ചെയ്യാറുള്ളൂ. മനസ്സിലായോ? അരുൺ സ്റ്റീഫൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 കിക്ക്. നോർമലി ഓപ്പൺ ചെയ്യാറുള്ളൂ എന്നാ പറഞ്ഞത്. വിച്ച് മീൻസ് ഓപ്പൺ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ചാൻസസ് ആർ ദർ. നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ ഇടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാങ് ആവും. അതായത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന അപ്ഡേറ്റ് ഉള്ളൂ. അതെ, സി വി ഡിസ്മാൻഡിലായി. വേറെയും ഗ്യാങ്ങുകളൊക്കെ മേ ബി ഡിസ്മാൻഡിൽ അയക്കാം. ഗോഡ് മോഡ് മാക്ക്. എടാ മാക്ക് ഇന്ന് ഇവിടെ മലപ്പുറത്ത് ഉണ്ടടാ, പക്ഷെ കോണ്ടാക്ട് ചെയ്യാൻ മറന്ന്. WCVA സായിപ്പോപ്പി ടു TVA. സായിപ്പോപ്പി ആണോ ഇന്ന് TVA കയറണേ? TVA റിക്രൂട്ട്സ് ഇല്ലെന്ന് കഴിഞ്ഞോ റിക്രൂട്ട്മെന്റ്? നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടെ? ഇപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു പിക്കപ്പ് ലൈൻ പറയാം. പിങ്ക് മുടിയുള്ള ഇഷിക്കയല്ലേ നിക്കുന്ന ആളെ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോവാന്ന് പറഞ്ഞല്ലോ. എല്ലാവർക്കും പെണ്ണുണ്ട് അല്ലേ സിറ്റിയില്? നമുക്കൊന്നുമില്ല കേട്ടോ. ഈ 5 പേർക്കും ഇല്ലെന്നൊന്നും. ഇവരെ ഈ ഒരു കുൽസിതങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? മിന്നലിന്റെ വീഡിയോ കണ്ടതാ. കുറുപ്പ് സ്റ്റോറി ഇട്ട് കാണാം. ഇല്ലല്ല, കളിയണ്ട. അവന് 10 ഞാൻ പറഞ്ഞില്ലേ ശരിക്ക്. വേറെ മൂടാ തോന്നിട്ടില്ലേ മിന്നല്? ഏതാണ് മൂവ്മെന്റ് ഒക്കെ? ബുള്ളോപ്പിന്റെ മാസം ഞാൻ കണ്ടിരുന്നു സ്റ്റോറി. വേറെ സിറ്റിയിലാകെ ഇത് അവന്റെ മൗസ് ഇല്ല, ഇത് അവന്റെ പഴയ മൗസിലാണ് കളിക്കുന്നത് ഈ കളിയൊക്കെ.
എടാ ഇത് നമ്മളെ മറ്റേ വണ്ടിയാണോ അത്? എടാ നമ്മളെ MRCന്റെ വണ്ടി ആരുടെ ഉണ്ടല്ലോ, അല്ല പഴയ HFന്റെ വണ്ടി, ജോഷോ കാൾട്ടൻ. MRCയുടെ വണ്ടി നാട്ടിൽ full നാട്ടിലാണെങ്കിൽ ആയെന്നാ ഗ്യാസ് കേട്ടെ. കിട്ടാനില്ല. ദിവസം എടുക്കാം. ദേവസേനയോട് കുറച്ച് വിറക് വയ്ക്കാന്ന് ഓർത്തപ്പോ എന്നിട്ട് എന്ത് പറ്റി? ചെങ്ങിലേം പൊട്ടിച്ചോണ്ട് വിറക് എടുത്തുകൊണ്ട് പോയി. B13, അതെ B13ന്റെ കയ്യിലാണുണ്ട്. ഇനി എങ്ങനെ ഓ മൈ ഗോഡ്. ഇതെന്താടാ ഇതൊക്കെ? കഞ്ഞി ഉണ്ടാക്കും? ഇങ്ങനെയാണെങ്കി ഉണ്ടല്ലോ വല്ല മണ്ണും വാരി തിന്നേണ്ട വരുമോ? പട്ടിണി കിടന്ന് നമ്മളൊക്കെ ചാവണ്ട വരും. രാജാവ് രാജാവേ രാജാവേ എവിടെ? എന്താടാ? അയ്യോ, ദൈവസേന നമ്മുടെ അതിർത്തിയിലിരുന്ന് നെയ്ച്ചോറുണ്ടാക്കണ്. നെയ്ച്ചോറോ? എന്നാ അതൊന്നും തിന്നണ കാണണമല്ലോ. അതെ. അവളുടെ ദേവസേനക്ക് എങ്ങനെ തോന്നി? ബട്ടന്റെ കയ്യിൽ എന്ത്? ഉണ്ട്. ഞാൻ രാജാവിടെ ഇതിലേക്ക് പട്ടിണി message കിടക്കാൻ നേരത്ത് നെയ്ച്ചോറുണ്ടാക്കി തിന്നണോ? എന്റെ മകന് കൊടുക്കാതെ ഒറ്റയ്ക്ക് അങ്ങനെ ആരും തിന്നണ്ട. എന്തിനൊക്കെ അടിയാളിയാ, മനസ്സിലാവുന്നില്ല. ഫ്ലഫി പർച്ചേസ് കഴിഞ്ഞ ചെയ്ത് ദിവസം ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് എത്തിയ പാടെ ഞാൻ ആദ്യം പോയത് ബീച്ചിലേക്കായിരുന്നു. ബീച്ചിന്റെ സൈഡിലിരുന്ന് ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻവാസും പെയിന്റും ഒക്കെ കൊണ്ടായിരുന്നു ഞാൻ പോയത്. അതായത് ക്യാൻവാസിൽ ഒരു ബീച്ച് കൊണ്ടുവരാന്നുള്ളതും ഇതിൽ റെസിനൊക്കെ ഒഴിച്ച് ഒരു മെമ്മറി പോലെ സൂക്ഷിച്ചു വെക്കാന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ ഒത്തില്ല, ക്രാഫ്റ്റ് ഒത്തില്ലെങ്കിലും ഞാൻ ശരിക്കും എന്ത് കാര്യത്തിനാണോ പോയത് അതെന്തായാലും വേറൊന്നല്ല, ഫ്ലഫിയെ വാങ്ങാനായിട്ട്. ആര്യനെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നോണ്ട് തന്നെ ഞാനൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എടാ മറ്റേ പട്ടിക്കുട്ടിയാണോ ഫ്ലഫി? തരുമ്പോ ആളുടെ കണ്ണൊക്കെ നല്ലോണം എനിക്ക് തോന്നി എടാ എന്തിനാടാ ആ ചെറുക്കനെ വെറുതെ ഇങ്ങനെ കളിയാക്കണം. സത്യം. ഇതൊക്കെ എവിടുന്നാടാ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? പ്ലേഡ് ബൈ ദ സ്ട്രീമർ ഓഫൺ അസോസിയേറ്റ് വിത്ത് സൂര്യബോസാ. ദിസ് ക്യാരക്ടർ ഈസ് explicitly after a billionaire Arab royal to cement his status as a server's definitive ultimate elite. അല്ല, സൂര്യബോസ് എവിടുന്നാണേലും ഒന്ന് ശരിക്കും എന്തെല്ലൊക്കെ എഴുതി വെച്ചിക്കണടാ ഇതൊക്കെ. ഇതൊക്കെ എവിടുന്നാടാ? ഇതൊക്കെ ചാറ്റ് GPT ആണോ ഇതൊക്കെ? എന്റെ അഡോപ്റ്റഡ് സണ്ണാണ് സൂര്യബോസ്. ഇനി എങ്ങാനും ശരിക്കും ഒന്നല്ല, അഡോപ്റ്റഡ് അല്ല, അല്ലാത്തല്ലോ. എന്റെ ഒന്നല്ല. പിന്നെ അതൊന്നും എനിക്ക് തലയിലേറ്റ് എടുക്കാനൊന്നും പറ്റില്ല ഈ സൂര്യബോസിനൊന്നും. വണ്ടി മേടിച്ചൊന്നു, അനക്കത്ര ബില്ല് എഴുതി പാവാട, എന്റെ ചെക്കന്റെ ഒച്ച നോക്കിയാണ്. എത്ര വണ്ടി മേടിച്ചൊന്നു, അനക്കത്ര ബില്ല് എഴുതി തന്നു, എഴുതി തന്നു. എന്തൊരു കഷ്ടാണ് വൈവമേ, ഇങ്ങനെ ഒരു നശിച്ച ഗെയിം. ഭൂമി മതിയെന്ന അല്ലേ, ഞാൻ ഒന്നുകൂടി ഭൂമിനെ സെറ്റാക്കിയടാ. ഇല്ല എനിക്കെന്ത് നാണം? ഈ വീഡിയോ റിയാക്ട് ചെയ്ത ഫേസ് ഒന്നും നോക്കിയ ലൈവില്. അതെ അതെ. വേറെ ട്രൈ ചെയ്യടാ, വേറെ നല്ല പെൺകുട്ടികളുണ്ടാവും. അയ്യോ അയ്യോ, പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, സീനാവേ. അയ്യോ അതൊരു എടാ ജീവിക്കാൻ സമ്മതിക്കാതെ അങ്ങനെ. ടക്കായി സക്കായോ? എന്താ ടക്കായി സക്കായി? ഇഡ്രോൾ ആണെന്ന് അവർ സിറ്റി, അതായിരിക്കും മിക്കത്. അതൊന്നും ചൊറൊന്നുമില്ലല്ലോ. സിറ്റി വാ കയറാം. ചാർലിനെ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോടാ. ചാർലി എവിടെ കുറുപ്പേ? ദാമു ടി വി കയറിയാ? 0% ചാൻസാ, അറിയില്ലട്ടോ ഞാൻ. ഷാനിദ് ബ്രോ, ഷെയ്ഖ് ബ്രോ, നമ്മുടെ കുറെ വ്യൂസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് ഷെയ്ഖിന്റെ ഡിസിഷൻസ് മൂലം. എന്റെ എന്ത് ഡിസിഷന്റെ പേർത്ത വ്യൂ ഡ്രോപ്പ് വന്നതെന്ന് പറഞ്ഞാണ്? ടെൽമി. നമ്മൾ 100-ലും 150-ലൊക്കെ ചെയ്ത ടൈമുണ്ട്. അതെ, നമുക്ക് എനിക്ക് തോന്നുന്നൊരു വ്യൂ ഡ്രോപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി നമ്മള് 10 വാച്ചിങ്ങിലൊക്കെ സ്ട്രീം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ആളാ, അതുകൊണ്ട് നമുക്ക്